സുബിട്ടാസ്, അതായത് ഓർഗനൈസർ RSSൻ്റെ മുഖവാരിക ഓർഗനൈസർ തുടർച്ചയായി എഴുതി വന്നത് കണ്ടു. SFIയെക്കുറിച്ച്, ഐഷിയെക്കുറിച്ച്, താങ്കളെക്കുറിച്ച് തന്നെ അരുന്ധതി റോയും താങ്കളുമൊക്കെ ദേശവിരുദ്ധരാണ് ഈ സമരത്തെ പിന്തുണച്ചതിൻ്റെ പേരിൽ എന്ന് പറയുന്ന ഒരു വലിയ നറേറ്റീവ് തുടർച്ചയായി ഉണ്ടാക്കുന്നു. അതിനനുസരിച്ച് മോദി സർക്കാരും ദില്ലി പോലീസും പെരുമാറുകയാണോ എന്നുള്ളതാണ് തോന്നുന്നത്. RSSൻ്റെ തിരക്കഥയ്ക്കനുസരിച്ച് കാര്യങ്ങൾ ഇന്ന് നീങ്ങുന്നതാണോ കണ്ടത്? വേട്ടയാടലിൻ്റെ വളരെ കൃത്യമായ ഒരു സന്ദേശമായിരുന്നോ ഇത്? രാഷ്ട്രീയമായിട്ട് വേട്ടയാടുക, മാധ്യമങ്ങളെ കൂടി ചേർത്തുകൊണ്ട് ഇവരെ വേട്ടയാടുക, ഇവരെ അപമാനിക്കുക, ഇവരെ ജനങ്ങളുടെ മുമ്പിൽ രാജ്യദ്രോഹികളാക്കി മുദ്രകുത്തുക, ചാരന്മാരാക്കുക, അങ്ങനെ ഒരു വലിയൊരു ഗൂഢ പദ്ധതിയായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. ഇപ്പോൾ സഖാവ് MA ബേബി ചൈനീസ് അംബാസഡറെ കണ്ടു, അതുകൊണ്ട് തന്നെ ഇത് ചൈനയാണ് തന്നെ പിന്നിലെന്നും പറഞ്ഞ് വാർത്ത പടച്ചുവിട്ടവരുണ്ട്. ഖത്തറിൽ നിന്ന് എന്തോ ആരോ വിളിച്ച് സ്വിഗ്ഗിയിൽ ഭക്ഷണം പറഞ്ഞ് ആ ഭക്ഷണം ജന്തർ മന്ദിറിലെ പ്രക്ഷോഭകാരികൾക്ക് കിട്ടി, അതുകൊണ്ട് ഖത്തറിന് ഇടപെടലുണ്ടെന്ന് പറഞ്ഞവരുണ്ട്. പാകിസ്ഥാനിൽ നിന്ന് ഇടപെടലുണ്ടെന്ന് പറഞ്ഞവരുണ്ട്. ഏത് രൂപത്തിൽ ഈ സമരത്തെ മോശമാക്കി ചിത്രീകരിക്കാൻ കഴിയുമോ അങ്ങനെയൊക്കെ ചെയ്തു. പിന്നെ ഇവര് ഒരു ഹിറ്റ് ലിസ്റ്റൊക്കെ പ്രഖ്യാപിച്ചു ഞാൻ മനസ്സിലാകുന്നു. ഓർഗനൈസറിൽ എൻ്റെ പേരൊക്കെ വളരെ 10-11 പേരുടെ പേര്, ഇവരൊക്കെയാണ് യഥാർത്ഥ കുഴപ്പക്കാരെന്നൊക്കെ. അല്ലെ, എനിക്ക് തമാശ തോന്നുന്നത് വെച്ചാൽ ഇവരിങ്ങനെയൊക്കെയുള്ള ഭീഷണി മുഴക്കുമ്പോൾ, അതല്ലെങ്കിൽ നമ്മളെയൊക്കെ ഇങ്ങനെയുള്ള ഹിറ്റ് പട്ടികയിൽപ്പെടുത്തുമ്പോൾ നമുക്കൊരു അംഗീകാരത്തിൻ്റെ ബാഡ്ജാണ്. എനിക്കിപ്പോൾ ആകെ ഒരു വിഷമമെന്ന് വെച്ചാൽ വളരെ പ്രസിദ്ധരായിട്ടുള്ള, വളരെ പ്രമുഖരായിട്ടുള്ള അരുന്ധതി റോയിയും പ്രശാന്ത് ഭൂഷണും യോഗേന്ദ്ര യാദവും ഒക്കെ എൻ്റെ പിന്നിലായി പോയല്ലോ എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ അവരെക്കാളും മുകളിലുള്ള ഒരു കുഴപ്പക്കാരനായിട്ട് ഈ ഓർഗനൈസർ ചിത്രീകരിക്കുമെന്ന് എനിക്കറിയില്ല. അത് ഒരുപക്ഷെ അതിനെതിരെ അവർ വേണേൽ കേസ് കൊടുത്തേക്കും. എന്തായാലും ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഗോദി മീഡിയയും ഈ RSSും ഇവരുടെ കിങ്കരന്മാരും ഈ ആഭ്യന്തര വകുപ്പും ഡൽഹി പോലീസും കൂടി സംയുക്തമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കുപ്രചരണങ്ങളും ഈ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും ഒക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ള ഒരു തോന്നൽ വേണം. 56 ഇഞ്ച് അഹങ്കാരത്തിന് മേലുള്ള ഒരു പ്രഹരമാണ് ഈ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിലൂടെ സംഭവിച്ചതെന്നുള്ള ഒറ്റ കാര്യമെങ്കിലും അവർ മനസ്സിലാക്കണം. അവിടെ സുബിട്ടാസ് ഒരു കാര്യം കൂടി, ഒരു ചോദ്യം കൂടി. അതായത് നോക്കൂ, ഈ സമരം ഉണ്ടായ ഘട്ടത്തിൽ, രൂപപ്പെട്ടു വന്ന ഘട്ടം മുതൽ തുടർന്ന് ഇങ്ങോട്ട് ആ സമരത്തെ പല നിർണായക ഘട്ടങ്ങളിലും സംരക്ഷിച്ചു നിർത്തുക ദില്ലി പോലീസിനോട് ഇന്നത്തെ പോലെ തന്നെ ഈ സമരം ഈ നിലയിൽ രാജ്യം ശ്രദ്ധിക്കാത്ത സമയത്തും ദില്ലി പോലീസിന് മുമ്പിൽ ഈ കുട്ടികൾക്ക് വേണ്ടി, സമരക്കാർക്ക് വേണ്ടി വാദിക്കുന്ന നിലയിൽ ജോൺ ബ്രിട്ടാസിനെയും MA ബേബിയെയും മറ്റ് ഇടത് MP-മാരെയും ദില്ലിയിലെ CPIM പ്രവർത്തകരെയും CPIMൻ്റെ നേതാക്കളെയും ഒക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുണ്ട്. ഈ സമരത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയായി താങ്കൾക്ക് തോന്നുന്നത് എന്താണ്? ജനാധിപത്യപരമായ പോരാട്ടമാകാം, ഭയം പിടികൂടപ്പെട്ട ജനാധിപത്യത്തിൻ്റെ ഒരു രാജ്യാവസ്ഥയ്ക്ക് മാറ്റം വരുന്നു എന്നാണോ? ജനാധിപത്യ സ്ഥാപനങ്ങൾ കുറെ കൂടി ജനാധിപത്യപരമാകാം എന്ന പ്രത്യാശ വന്നു തുടങ്ങിയിരിക്കുന്നു. ഈ സമരത്തിൻ്റെ ഈ കാലയളവിൽ ലഭിച്ച ഒരു അനുഭവത്തിൽ നിന്ന് ഈ സമരത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണ് തോന്നുന്നത്? ഈ ജന്തർ മന്ദിറിലെ സമരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അത് വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിന് പരിഹാരമുണ്ടാക്കാൻ വേണ്ടി അതിനുമുള്ള ഒരു രോക്ഷമാണെങ്കിൽ പോലും ദീർഘകാലമായി അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജനാധിപത്യ പ്രക്രിയയെ തിരിച്ചുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമരമായിട്ടാണ് അത് പര്യവസാനിച്ചത്. നമ്മുടെ സമൂഹത്തിൽ എല്ലാ തലങ്ങളിലും ഉണ്ടായിരുന്ന ആ ഭയത്തിന്റെ ഒരു കാർമേഘമുണ്ടല്ലോ, ആ കാർമേഘമാണ് പതുക്കെ നീങ്ങി തുടങ്ങിയത്. ഇത് സ്വാഭാവികമായിട്ടും നമ്മുടെ സ്ഥാപനങ്ങൾക്ക് പോലും ധൈര്യം പകരും. അതായത് ഈ എക്സിക്യൂട്ടീവിനെ പ്രതിരോധിക്കാൻ, അതല്ലെങ്കിൽ എക്സിക്യൂട്ടീവിന്റെ ഈ തേർവാഴ്ചയെ ചോദ്യം ചെയ്യാനും വിരലുയർത്താനും കൈ ഉയർത്താനുമുള്ള ഒരു തന്റേടവും ആർജവവും ജനാധിപത്യ സ്ഥാപനങ്ങൾക്ക് കൂടി ഇത് നൽകുമെന്നും ഭയന്ന് നിൽക്കുന്ന ആൾക്കാരെ കുറേയും കൂടി നിശ്ചയദാർഢ്യത്തോടു കൂടി മുമ്പോട്ട് വരാൻ പ്രേരിപ്പിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.